ഒന്നുകിൽ നെതന്യാഹു കാഞ്ഞുപോയി, ഇനി അതല്ലെങ്കിൽ നെതന്യാഹുവിന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ദ ജെറുസലേം പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ തസ്നീം ന്യൂസ് ഏജൻസി വിട്ടിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ്. പിന്നെ ഇപ്പം നമ്മുടെ ചാനലുകളൊക്കെ അത് വരുന്നുണ്ട്. ഏതായാലും IDF ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ക്ലൈമിനെ അവർ അക്സെപ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. സത്യം എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇന്നലെ രാത്രി ലൈവ് ചെയ്തപ്പം കുറേ പേര് ചോദിച്ചിരുന്നു, നെതന്യാഹു കാഞ്ഞോ, ചത്തോ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ. അപ്പം പ്രത്യേകിച്ച് ഒരു ന്യൂസുകളോ കാര്യങ്ങളോ നമ്മളപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് രാവിലെ കാണുന്നത് നെതന്യാഹു ഒന്നുകിൽ വൂണ്ടഡ് ആയിട്ടുണ്ട്, അതായത് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇനി അതല്ലെങ്കിൽ ആള് തീർന്നു പോയിട്ടുണ്ട് എന്നുള്ള ചില ന്യൂസുകൾ കണ്ടു. അത് ഞാൻ ആദ്യം കണ്ടത് ഇസ്രായേലി പത്രമായിട്ടുള്ള ദ ജെറുസലേം പോസ്റ്റിലാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. അഭ്യൂഹങ്ങളാണ്, ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നൊക്കെയാണ് പോസ്റ്റുകൾ വരുന്നത്. പിന്നെ ഇറാൻ വാർത്താ ഏജൻസി ആയിട്ടുള്ള തസ്നീം ന്യൂസാണ് പിന്നെ ഇത് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, നെതന്യാഹുവിൻ്റെ സഹോദരനും കൊല്ലപ്പെട്ടു എന്നുള്ള ന്യൂസ് ഇന്നലെ പല ന്യൂസുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ആധികാരികത എത്രത്തോളമാണെന്ന് അറിയില്ല. കാരണം രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പുറത്തോട്ട് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് CCTV വരെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അവിടുന്ന് അവരുടെ എല്ലാമായിട്ടുള്ള ചെകുത്താൻ ചത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ ന്യൂസ് വിവരങ്ങളിലോട്ട് കിടക്കാം. അതായത് നെതന്യാഹുവിൻ്റെ വീട്ടിന് നേരെയുള്ള ആക്രമണം, വസതിക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതിനുശേഷമാണ് നെതന്യാഹുവിനും ഭയങ്കരമായിട്ടുള്ള പരിക്കുകളും അല്ലെങ്കിൽ ബാക്കി ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മരിച്ചു തന്നെ പോയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വരുന്നത്. ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ ഗ്രീസിൻ്റെ വീടിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അയാളുടെ നിലയും ഗുരുതരമാണെന്നാണ് ഈ പറഞ്ഞ ന്യൂസ്, തസ്നീം ന്യൂസ് പോലത്തെ ന്യൂസുകൾ ഇപ്പോൾ പുറത്തോട്ട് വന്നത്. ഇതൊരു കാർ അപകടമാണെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി അറിയിച്ചെങ്കിലും ഇറാന്റെ മിസൈൽ ആക്രമണം എന്നാണ് ഇപ്പം പുറത്തോട്ട് വരുന്ന മറ്റൊരു ന്യൂസ്. അതായത് Last night the Iranians struck the home of Benjamin Netanyahu. They killed his brother. They struck the home of Ben Gvir. He is seriously wounded, may not survive. Iran is going to start to take out the totality of Israel's leadership. This is the reality of this conflict. Israel played the regime change game. It's going to be the Israelis that are going to be paying the highest price. The Iranians are no longer wearing kid gloves. They've taken them off and they're coming in bare knuckle. They're reporting it. This is interesting. I looked it up as soon as you said it. The BBC is reporting it as Ben Gvir was in a car accident last night. Does that surprise you? They can report it any way they want. We know that his home is on fire. So maybe he crashed his car into his house. That's interesting. I mean, the only reason I just can't help but be amused by this, because it would not surprise me for the BBC to provide cover for a story like this. Yeah, you and I now know that the BBC reporters that work overseas are vetted by MI6 before they're allowed to take on their assignments. ഈ ഇസ്രായേലി സുരക്ഷാ മന്ത്രിക്ക് ഉണ്ടായത് കാർ അപകടത്തിൽ ഉണ്ടായിട്ടുള്ള പരിക്കുകളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇറാൻ ക്ലെയിം ചെയ്യുന്നത് ഞങ്ങളുടെ മിസൈൽ ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങളാണ്. നമ്മൾ രാവിലെ ന്യൂസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇസ്രായേലിൽ നടക്കുന്ന കാര്യങ്ങൾ. അവിടുത്തെ ആളുകൾ തന്നെ ഓരോ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഓരോ ഇറാൻ്റെ ഹിറ്റും അവർക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറത്താണ്. അത്രയും വലിയ മിസൈലുകൾ വന്നാൽ പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഓരോ ഹിറ്റിലും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർ തന്നെ വന്ന് News 18 ത്രൂ പുറത്തോട്ട് വന്ന ലൈവ് ന്യൂസ് നമ്മൾ ഇന്നലെ കണ്ടു. അപ്പം ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ ഒരു അവസ്ഥയും അതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെ സുരക്ഷാ മന്ത്രിയുടെ അവസ്ഥയും, പിന്നെ നമ്മൾ 2 ദിവസം മുമ്പൊരു ന്യൂസ് ചെയ്തിരുന്നു, ഇസ്രായേലി ലോ മിനിസ്റ്ററുടെ മകൻ ഭയങ്കരമായിട്ട് പരിക്കേറ്റു എന്നുള്ളൊരു കാര്യം. അത് കുറേ പേര് ചോദിച്ചു അതൊക്കെ വെറുതെ എന്നുള്ള. പക്ഷെ അതല്ല, പുള്ളി തന്നെ വന്ന് പുറത്തോട്ട് പറയുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞാനിത് സൈഡിൽ വെച്ച് തരാം. ഇതായിരുന്നു മന്ത്രി യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് മകനെ ഉമ്മ കൊടുത്ത് യുദ്ധത്തിന് പറഞ്ഞയച്ചായിരുന്നു. പക്ഷേ ആ ഒരു ഇതിലാണ്, അതായത് എന്താണ്, ഹിസ്ബുള്ളയുടെ ഇടപെടലാണ്. അതായത് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായതും ഇയാൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റതും മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതായത് ഇസ്രായേലി ധനമന്ത്രിയാണ് ബെസാലൻ സ്മോട്രിച്ചിൻ്റെ മകൻ ബിന്യ ഹെബ്രോണിനാണ് ഈ പരിക്ക് ഏറ്റതായിട്ട് വിവരിച്ചിട്ടുള്ളത്. അതായത് ലെബൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ഉണ്ടായിട്ടുള്ള മോട്ടാർ ആക്രമണത്തിൽ ആണ് ഇയാൾക്ക് പരിക്കേറ്റത് എന്ന് മന്ത്രി പറയുന്നുണ്ട്. പരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ല് പൊട്ടിത്തെറിച്ചിട്ട് ചീളുകൾ തൻ്റെ വയറ്റിലും നെഞ്ചിലും തറച്ച് കയറിയതായിട്ട് ആണ് മന്ത്രിയുടെ മകന് പറ്റിയത്. മന്ത്രി തന്നെ വന്ന് പറയുന്നുണ്ട്.
ഇതൊരു കരളിൻ്റെ ഒരു ഭാഗം മുറിച്ച് നീക്കുന്നവരെ സർജറിയിലോട്ട് ഇയാൾ പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രക്തക്കുഴലിന് ഭയങ്കരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. തൻ്റെ മകൻ്റെ ആരോഗ്യനില നിലവിൽ ഓക്കെയാണ്, ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം വീണ്ടും IDFന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ എൻ്റെ മകൻ വരും എന്ന് മന്ത്രി തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും മന്ത്രിക്ക് അല്ല മന്ത്രിയുടെ മകന് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ആ ന്യൂസ് ഇടുമ്പോൾ ഫേക്ക് ന്യൂസ് ആണെന്നും പറഞ്ഞ് വന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. മന്ത്രി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു, ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ സംഘികളും കൃസംഘികളും മുസംഘികളും എച്ചിലുകളും എമുക്കളും സമ്മതിച്ചു തരുമോ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അത് ഇനി ഇതും മന്ത്രി പറഞ്ഞത് AI ആണെന്ന് പറയാമെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളിങ്ങനെ ചത്ത് ജീവിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കാരണം നിങ്ങളൊരു കാര്യമായിരിക്കും, നമ്മൾ ഇന്നലെ ഇങ്ങനെ ഒരു മാപ്പ് കാണിച്ചു തന്നിരുന്നു അല്ലേ. ഇതാണ് ഇറാൻ്റെ മാപ്പ്. ഇറാൻ്റെ മാപ്പിൽ ഇസ്രായേൽ വന്ന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വലിപ്പം. 80 മടങ്ങോളം വലിപ്പമാണ് ഇറാനിൽ 10 ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ അതിൻ്റെ സ്ഥാനത്ത് ഒരു ബോംബ് വീണാൽ കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു ഭാഗം എടുത്തിരും. അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇസ്രായേലിനെ കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് ഇസ്രായേലിലോട്ട് ആദ്യം എന്താ പറയുക, പഴയ ഡ്രോണുകളും തുരുമ്പിച്ച ഡ്രോണുകളും മിസൈലുകളും വിട്ട് അവിടുത്തെ അയൺ ഡോം സിസ്റ്റം ബാക്കി സിസ്റ്റങ്ങളൊക്കെ തീർത്തു. ഇനി ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വമ്പം അല്ലെങ്കിൽ കൊറംഷെയർ പോലത്തെ, ഖൈബർ പോലത്തെ, ഷാഹിദ് 3 ഡ്രോൺ പോലത്തെ സാധനങ്ങളാണ് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തകർക്കാൻ അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ ഇവരുടെ അയൺ ഡോം സിസ്റ്റത്തിനും താഡിനും പാട്രിയോട്ടിനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 10 ബോംബ് വിട്ട് കഴിഞ്ഞാൽ 8 എണ്ണം അവിടെ വീകുണ്ട്. 2 എണ്ണം മാത്രമേ ഇസ്രായേലി സേനയ്ക്ക് അതിനെ നിഷ്പ്രഭമാക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ സ്ഥിരം ഡെയിലി ഒരു 10, 20, 30, 40 വെച്ചിട്ടാണ് മിസൈലുകൾ ഇറാൻ ഈ സ്ഥലത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥ, ഈ ഒരു മാപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ എത്ര സ്ഥലങ്ങളിൽ ഏതൊക്കെ അവസ്ഥയിൽ ഏതൊക്കെ രീതിയിൽ ആളുകൾ ഓരോ ദിവസം മരിക്കുന്നുണ്ടാവും. പുറത്തോട്ട് വരില്ല, പുറത്തോട്ട് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ ജെറുസലേം പോസ്റ്റ് പോലത്തെ ഒരു പോസ്റ്റ് വരെ ഈ തസ്നീം ന്യൂസ് എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ? ഇനി ചിലപ്പം നെതന്യാഹു വല്ല AI പിക്ചറിലൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ AI വീഡിയോ ഒക്കെ വന്നിട്ട് ഞാൻ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അല്ലെങ്കിൽ അതിനെ കൊട്ടിഘോഷിച്ച് വരുന്ന സംഖ്യകളും നമ്മുടെ നാട്ടിലുണ്ടാവും. ഏതാണെങ്കിലും IDF ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല, ഇങ്ങനെ ന്യൂസുകൾ പുറത്തോട്ട് വന്നിട്ടേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ തന്നെ ആവട്ടെ കാര്യങ്ങൾ എന്നുള്ളത്. അങ്ങനെയെങ്കിലും ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇറാൻ പോലത്തെ ഗസ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ. അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രധാന എങ്കിലും അയാളുടെ ആ ഒരു അടിമത്തത്തിൽ നിന്ന് മാറിക്കിട്ടുമല്ലോ അല്ലേ. അയാളെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ അയാൾ പേടിപ്പിക്കും, അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിൻ്റെ കാര്യം ആലോചിച്ചിട്ട് നമ്മുടെ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് കൊന്നൊടുങ്ങി അല്ലെങ്കിൽ ചത്തൊടുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ എങ്കിലും അതിൽ നിന്ന് കോംപ്രമൈസ്ഡ് ആവാണ്ട് പുറത്തോട്ട് ചാടിയിട്ട് ഇനിയെങ്കിലും ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭരിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുമല്ലേ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് നല്ലത് വരുത്തണമെങ്കിൽ ഇവനെ പോലത്തെ പിശാചുക്കൾ ചത്തൊടുങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ആലോചിച്ചത്. ഏതായാലും സ്ഥിരീകരിക്കാത്ത ന്യൂസാണ്, നമുക്ക് നോക്കാം എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. അതുമാത്രമല്ല US സൈനികർക്ക് നേരെയുള്ള ആക്രമണം എല്ലാ സ്ഥലത്തും, ബഹ്റൈനിലും കുവൈറ്റിലും സൗദിയിലും ഒരു രക്ഷയില്ലവന്മാർക്ക് ആക്രമിച്ചുകൊണ്ട് എല്ലാത്തിനോടും ഇറങ്ങി ഓടിക്കൊള്ളാനാണ് പറഞ്ഞത്. ഇനി നിൽക്കേണ്ട മക്കളെ, നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തീരും, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ട്രംപ് പറഞ്ഞു. പോരാത്തതിന് ട്രംപ് പുട്ടിനെയും വിളിച്ചു നോക്കി. പുട്ടിൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. വെറുതെ എന്തിനാണ് ഇതിലൂടെ പോകണം, എന്തിനോ തലയിൽ വെച്ചിട്ട് അവസാനം പണി എടുത്ത് വാങ്ങിയതല്ലേ, ഇനിയിപ്പോൾ നീ എന്നെ അനുഭവിച്ചതായിരിക്കും പുട്ടിൻ പറഞ്ഞതാണ്. ഏതായാലും പുട്ടിൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ റഷ്യ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഏകപക്ഷീയമാണ്, ഞങ്ങൾ നിഷ്പക്ഷരല്ല, ഞങ്ങൾ ഏകപക്ഷീയമാണ്, ഞങ്ങൾ ഇറാൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഇറാൻ ഈ പറഞ്ഞ സകല ന്യൂസുകളും, അതായത് ഇറാൻ ഈ പറഞ്ഞ സകല ഇൻ്റലിജൻറ്റ് ന്യൂസുകളും സാറ്റലൈറ്റ് വഴി കൊടുക്കുന്നത് റഷ്യയും ചൈനയും തന്നെയാണ്. അത് അവർ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അവരുടെ തന്നെ വലിയ വലിയ കപ്പലുകൾ അല്ലെ അവരുടെ വലിയ വലിയ സാറ്റലൈറ്റുകൾ ഇതിന് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഹിസ്ബുള്ള പല സ്ഥലങ്ങളിലും, ലെബനോൻ്റെ പല സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ എവിടെയാണ് പിന്നെ സിറിയയുടെ പല സ്ഥലങ്ങളിലും വന്ന് ഇറങ്ങി ഈ പറഞ്ഞ ഇറാന് നേരെ അല്ലെങ്കിൽ ഈ ലെബനോന് നേരെ ആക്രമിക്കാൻ പല സ്ഥലങ്ങളിൽ ഹെലികോപ്റ്റർ വഴി ഇറങ്ങുന്നതൊക്കെ ഹിസ്ബുള്ള കറക്റ്റായിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഓരോ ഹെലികോപ്റ്റർ ഓരോരുത്തന്മാർ ഇറങ്ങാൻ റെഡി ചെയ്തിരിക്കുമ്പോൾ ഇവന്മാർ അടുത്ത മിസൈൽ വിട്ട് ഈ പറഞ്ഞ സകല പരിപാടികളും അവന്മാർ തീർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലെബനോനോട് ഇത്ര ദേഷ്യം, ലെബനോനിൽ പോയിട്ട് ഇവന്മാർ മിസൈൽ ഇട്ടുകൊണ്ടിരിക്കുന്നതും അവന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്നതും. അതായത് ഒരു സ്ഥലത്തും ഇപ്പം ഇസ്രായേലിനോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു സ്ഥലത്തും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ അടി വരുന്നതെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. ഇതേ സ്ഥാനത്ത് മാക്സിമം എയർ സ്ട്രൈക്ക് വെച്ചിട്ട് ഇറാൻ്റെ പല ഭാഗങ്ങളും തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മറക്കേണ്ട കാര്യമല്ല, അത് നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. അതൊരു വശത്ത് നടക്കുന്നുണ്ട്. ഏതാണെങ്കിലും ഈ കേട്ട ന്യൂസ് സത്യമാകണേ അല്ലെങ്കിൽ നടക്കട്ടെ, അങ്ങനെ ആവണേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ഈ വീഡിയോ നിർത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും മാക്സിമം ആൾക്കാരുടെ അടുത്തോട്ട് ഇത്തരം വാർത്തകൾ എത്തിക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ശരി.